Hi guys, welcome back to our channel. Guys, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയ ഫോണിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഫോണാണ് നമ്മളിപ്പോൾ എടുത്തിറക്കുന്നത്. ഇതൊരു 10-20 വർഷം പഴക്കമുള്ള എൻ്റെ വീട്ടിലൊക്കെ ആദ്യമായിട്ട് വാങ്ങിച്ച ഫോൺ തന്നെയാണ്. ഞാനൊക്കെ ആദ്യമായിട്ട് ഗെയിം കളിച്ച ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോണും ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം, എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഗൈസ്, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ആ ചുവപ്പ് കളറുള്ള സബ്സ്ക്രൈബ് ഇടണം, അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഗൈസ്, നമുക്കിനി നേരെ വീഡിയോക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അഴിച്ചു നോക്കി നോക്കാം. ഫസ്റ്റ് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തുറക്കാം, എന്തായാലും ബാറ്ററി ഒക്കെ ഉള്ളതല്ലേ. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ആദ്യം അതിൻ്റെ ഉള്ളൊരു ബാറ്ററി ഇരിക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കി നോക്കാം. പിന്നെ നമ്മുടെ സിമ്മൊക്കെ ആദ്യത്തൊക്കെ ഈ ഫോണിലൊക്കെ സിമ്മ് ഇടുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഇപ്പൊക്കെ ട്രേ മോഡലാകുമ്പോൾ ഇതിലൊക്കെ ഇങ്ങനെയാണ് സിമ്മ് ഇടുന്നത് പറയുന്നത്. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൽ സ്ക്രൂ ഒന്നും ഇവിടെ കാണാനില്ല. എന്തായാലും ഈ ഭാഗം ഒന്ന് ഊരി നോക്കി നോക്കാം. ഗൈസ്, ആ ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിൽ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. അത് റബ്ബറിൻ്റെ അത് നല്ല പ്രൊട്ടക്ഷനിൽ വേറൊരു സംഭവമൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് സ്വിച്ചുകൾ അമരാനുള്ള ഈ സംഭവങ്ങളിലും ഒരു ഗ്ലാസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവർ സ്ക്രൂ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു 4-5 സ്ക്രൂ വരുന്നുണ്ട്. 1 2 3 4 5 അങ്ങനെ 5 സ്ക്രൂ വരുന്നുണ്ട്. അത് നല്ല ടൈറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ഡിസ്പ്ലേ ഇവിടെ കാണാം. നമുക്ക് എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ഊരി നോക്കി വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും എഴുതിയത് ജസ്റ്റ് നമുക്കൊന്ന് പുറത്തേക്ക് വിളിച്ച് നോക്കി നോക്കാം. അത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതങ്ങനെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള നല്ലൊരു ടൈപ്പ് റബ്ബർ കൊണ്ട് തന്നെയാണ് അവരുണ്ടാക്കിയിരുന്നത്. അതുപോലെ അതെ ഈ ഗ്ലാസ് നല്ല ഉറപ്പുള്ള ടൈപ്പ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ 5 സ്ക്രൂ ഒന്ന് ഊരിയിട്ട് എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി കിട്ടുകയെന്ന് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ 5 സ്ക്രൂ അങ്ങനെ ഊരിയുണ്ട്. ഇനി എന്തായാലും നമുക്കിതൊന്ന് എടുത്ത് നോക്കി നോക്കാം. ഗൈസ്, ഇത് മൊത്തത്തിൽ പോകുന്നു. ഗൈസ്, ഇതിൽ വേറെ ഒന്നുമില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ടോർച്ച് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് കാണാം. അതിനായിട്ടുള്ള ഒരു ചെറിയ ലെൻസ് ഇവിടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ബാക്കത്തെ ഈ ബോളിൻ്റെ ഉള്ളിൽ ചെറിയൊരു മൈക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മൈക്ക് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചെടുക്കുകയാണ്. ഇതിലെ ഈ 2 നോബുകൾ ഈ ബോർഡിൻ്റെ ഇതിൽ ആയിട്ട് കണക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയുണ്ടാവുക. വളരെ ചെറിയൊരു മൈക്ക് തന്നെയാണ്. അതിൽ ബാക്കിയുള്ളതും കൂടി ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയ വൈബ്രേറ്റർ മോട്ടർ വരുന്നുണ്ട്. ചെറിയൊരു മോട്ടർ തന്നെയാണ്. പിന്നെ നമുക്ക് മൊത്തം ഈ ഒരു ബോർഡിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇതതിൻ്റെ സ്പീക്കറാണ് വരുന്നത്. ഇതിൽ കൂടുതലായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആകെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇതായിട്ട് ഇവിടേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയുടെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് ഈ സ്പീക്കറിൻ്റെ ഭാഗം നോക്കി നോക്കാം. ഇതാണ് സ്പീക്കർ വരുന്നത്. ഇത്രയും ഭാഗം സ്പീക്കർ വരുന്നത്. അതിൻ്റെ ചെറിയൊരു കാന്ത ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഇത് അതിൻ്റെ ചേംബർ പോലെ സെറ്റ് ചെയ്തിറക്കുന്നുണ്ട് സൗണ്ട് കൂടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ അതായത് ബാറ്ററി ഇരിക്കണതിൻ്റെ കണക്ഷൻ വരുന്ന ഭാഗമാണിത്. അതായത് ബാറ്ററി ഇങ്ങനെയാണ് കണക്റ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇത് സിം ഇരിക്കണ ഭാഗം കൂടി നമുക്ക് ഇവിടെ കാണാണ്ട്. അതായത് സിമ്മ് ഈ ഒരു 6 നോബോളിൽ ഇങ്ങനെ കണക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടാവുക സിമ്മ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയും കൂടി ഒന്ന് ഊരി നോക്കി നോക്കാം. ഡിസ്പ്ലേക്ക് പോകണ ചെറിയൊരു കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് ഡിസ്പ്ലേ ഊരാൻ കിട്ടും നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ ഇതിൽ ഡിസ്പ്ലേക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു കവറിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൾ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാനുള്ള ചെറിയ ഫ്രണ്ടിലുള്ള സ്പീക്കർ നമുക്ക് ഇവിടെ ആയിട്ട് കാണാണ്ട്. ഇതിലെല്ലാം തന്നെ മൊത്തം ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ ടൈപ്പ് കണക്ഷനാണ് വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലൊക്കെ കാണുന്ന ടൈപ്പ് സ്പീക്കർ എല്ലാതും ബോർഡിൽ തന്നെ കണക്ട് ചെയ്തിട്ടല്ലേ ഇരിക്കണം. ഒക്കെ സെപ്പറേറ്റ് ആണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് അടിച്ചു പോയാൽ തന്നെ നമുക്കത് എളുപ്പം തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ സാധാരണ നമ്മുടെ കാൽക്കുലേറ്ററിലൊക്കെ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇത് 20 വർഷം പഴക്കമായി എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ സെൻറ്ററിലായിട്ടൊരു പാടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതും അടിപൊളിയായി വർക്കാവുന്നുണ്ട്. ആകെ ഇതിൽ വന്നൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് ഒരു വട്ടം ഫോൺ വീഴുണ്ടായി. അതിൽ ഈ സൈഡ് ഒരു ഭാഗം പൊട്ടിപ്പോയി എന്നല്ലാണ്ട് വേറൊരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ സെറ്റപ്പ് ഉള്ളൂ. ആകെ അതിലിങ്ങനെ ഒരു ചെറിയൊരു കണക്ഷൻ വരുന്നുണ്ട്. ഇത്രയും ചെറിയ ഡിസ്പ്ലേ ആണ്. പക്ഷേ അത്യാവശ്യം നല്ല ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതെന്തായാലും
ബാക്കി ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയൽ പാഡിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ചില്ലിൻ്റേതായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ അതും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. ഇത്രയും പഴക്കമായതുകൊണ്ട് തന്നെ ഇതിൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിപ്പോഴും നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. സ്വിച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ഇപ്പോഴും വർക്കാവുന്നത്. പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോർച്ച് ലൈറ്റാണ്. ഈ ഒരു കാണുന്ന ചെറിയൊരു സംഭവമാണ് ടോർച്ച് ലൈറ്റ്. സ്മാർട്ട് ഫോണിലൊക്കെ വരുന്ന ടൈപ്പ് അത്രയും വലിപ്പമുള്ള LED ഒന്നുമല്ല, വളരെ ചെറിയ സാധനമാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് രാത്രിയിലൊക്കെ അത്യാവശ്യം വെട്ടം തരുന്ന ടൈപ്പ് LED തന്നെയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഇതൊന്ന് വർക്കാവുമോ എന്ന് നോക്കി നോക്കാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് ആ ഡിസ്പ്ലേ അതേപോലെ തന്നെ അതിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ അതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്ററി വെച്ചിട്ട് ഇതൊന്ന് ഓൺ ആവുമെന്ന് നോക്കി നോക്കാം. എന്തൊക്കെയായാലും സാധാരണ ഇപ്പോൾ ഇതുവരെയൊക്കെ ഇറങ്ങിയാൽ നമുക്ക് ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നോക്കിയയുടെ. നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ്. ഇപ്പോഴും അത് കോൾ ചെയ്യാൻ മാത്രമായിട്ട് ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ നോക്കിയയുടെ ഒരു ഫോൺ സെലക്ട് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ അത്രയും നല്ല പെർഫോമൻസ് തരും. എന്താ വെച്ചാൽ 20 വർഷമായിട്ട് ഇതിന് ഇങ്ങനെയൊക്കെ പൊളിച്ചിട്ട് ഇതിനൊരു കംപ്ലയിൻ്റ് ഇല്ല പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ബിൽഡ് ക്വാളിറ്റി. സംഭവം എന്താ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ അതിൽ ഇൻസേർട്ട് സിം എന്ന് കാണിക്കുന്നുണ്ട്. ഇതുണ്ട്, നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് തന്നെ സാധനം വർക്കാവുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ആകെ ഒരു ഡിസ്പ്ലേ, ഒരു ബാറ്ററി, ഒരു ഡയൽ പാഡ്, വേറെ ഒന്നുമില്ല ഗൈസ് ഈ ഫോണിൻ്റെ ഉള്ളിൽ. എന്നാലും നമുക്ക് അത്രയും ആ ഒരു കാലത്ത് ഒരു 2000 കാലങ്ങളിൽ 1995 ആ കാലഘട്ടത്തിലൊക്കെ നോക്കിയ എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കിയയുടെ ഫോൺ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടി ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം തന്നെ അത്ര പക്ക ബിൽഡ് ക്വാളിറ്റി വെച്ചാൽ അത്ര പക്ക ബിൽഡ് ക്വാളിറ്റി. എല്ലാതും നല്ല ഉറപ്പുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കും ഗ്ലാസും റബ്ബറും അങ്ങനെ എല്ലാതും നല്ല അടിപൊളി സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ, മൈക്ക്, വൈബ്രേഷനുള്ള മോട്ടർ, ആ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയി വെച്ചുകൊണ്ട് തന്നെ ഓരോ പാർട്സും നമുക്ക് കംപ്ലൈൻ്റ് ആകുമ്പോൾ ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. എല്ലാം തന്നെ ഇതുണ്ട്. ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും നല്ല ഉറപ്പിലൊരു കേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് ഡിസ്പ്ലേ ഇളകാണ്ട് നല്ല കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലൊരു ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ അതെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമ്മുടെ കാൽക്കുലേറ്ററിലൊക്കെ കാണുന്ന ടൈപ്പ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ഒന്നാമത് ഈ ഫോണുകളൊക്കെ നമുക്ക് കോൾ ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് ഇത്രയും നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു കമ്പനിയുടെ അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി. ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതിയിരിക്കണം ഗായ്സ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നെങ്കിൽ ആ ചുവപ്പ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടണോ അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി കാര്യങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.